പാകിസ്ഥാനിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യതയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാകിസ്ഥാനിൽ വമ്പൻ രാഷ്ട്രീയ അട്ടിമറി നടന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. ആസിഫ് അലി സർദാരിയെ മാറ്റി അസീം മുനീറിനെ പ്രസിഡന്റാക്കാനുള്ള നീക്കം നടക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞെങ്കിലും അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വർഷം ആദ്യം ഗൾഫ്, മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കൊപ്പം പോയ അസീം മുനീർ പിന്നാലെ ശ്രീലങ്കയും ഇന്തോനേഷ്യയും ഒറ്റയ്ക്ക് സന്ദർശിച്ചിരുന്നു. ഇതോടെയാണ് ഭരണരംഗത്ത് സൈനിക മേധാവിയുടെ കടന്നുവരവ് ചർച്ചയാകുന്നത്. കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അസീം മുനീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് പോലും ട്രംപ് ഇതുവരെ സ്വീകരണം നൽകിയിട്ടില്ല എന്നതും ഒരു അട്ടിമറി സാധ്യത അവശേഷിപ്പിക്കുന്നുണ്ട്. അയൂബ് ഖാന് ശേഷം പാകിസ്ഥാന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഫീൽഡ് മാർഷലാണ് അസീം മുനീർ. 1958 ഒക്ടോബറിൽ അന്നത്തെ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസിയെ സൈനിക അട്ടിമറിച്ചാണ് അയൂബ് ഖാൻ രാജ്യത്തിന്റെ ആദ്യ സൈനിക ഭരണാധികാരിയായി മാറിയത്. മുനീറും അതേ പാതയിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു.